തോരൻ അരിഞ്ഞപ്പോൾ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ബ്ലഡൊന്നും വന്നില്ല, പക്ഷേ ഒന്ന് മുറിഞ്ഞു. ചെറിയൊരു സങ്കടം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ പരിപാടി. അത് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 മണിയായി. ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡയറ്റീഷ്യൻ കോഴ്സുണ്ട്, ടാരോ കോഴ്സുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും പഠിക്കണം, നാരായണി എഴുതണം, എക്സസൈസ് ചെയ്യണം. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണം. എന്നിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് ഡയറ്റും തുടങ്ങാം. ഇപ്പോൾ ജസ്റ്റ് ഡാൻസ് വിത്ത് ദീപ്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. പുള്ളിക്കാരി UK ലണ്ടനിലും കണ്ടാണ്. പക്ഷെ അവർ ഈ ഡാൻസ് വീഡിയോസ് ഇടും. ഹിന്ദി വീഡിയോ പാട്ടാണ് കൂടുതലും. പക്ഷെ അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. അപ്പോൾ അത് ഒന്ന് ഞാൻ ചെയ്ത് നോക്കാമെന്നാണ് വിചാരിക്കണം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാം. വെയിറ്റ് ലോസിനേക്കാൾ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫുഡ് ഇനിയൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ അപ്പോൾ എക്സസൈസ് ഒന്ന് ചെയ്യണം. അതിപ്പോൾ ചെയ്യില്ല, 2 മണിയല്ലേ, ഉച്ചയ്ക്ക് എക്സസൈസ് ചെയ്തുകൂടാന്നാണ് എൻ്റെ അറിവ്. ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന സമയം അങ്ങനെ എങ്ങാണ്ടാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉച്ചയ്ക്ക് ചെയ്യുന്നില്ല. ഒരു 4 മണി കഴിഞ്ഞേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു 4 മണി വരെ പഠിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് 4 മണിക്ക് ശേഷം നമുക്ക് വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് ബാക്കി പരിപാടി ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുത്തെടുത്ത് പോവാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്ത് പോവാം. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഞാൻ ചെയ്യാം. ഇപ്പോഴല്ല, ഡയറ്റ് തുടങ്ങിയതിന് ശേഷം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷനൊക്കെ ആവുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് മീൻ ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എടുത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കയറി പോവാം. മുകളിൽ പോയിട്ട് പഠിക്കുകയോ എന്താണോ എൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാം. പിന്നെ വൈകുന്നേരം ജോലിയുണ്ട്. കുറച്ച് 2-3 മാസത്തേക്ക് കുറച്ച് ടൈറ്റാണ്. ഇങ്ങനെ അടുക്കള ജോലി കുറച്ച് കൂടുതലായിരിക്കും. ഞാൻ നിങ്ങളെ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പതിയൊക്കെ ജോലി ചെയ്താൽ മതി. ഇത്രയും വരില്ല, കാരണം ഹെൽപ്പ് ചെയ്യാനും കൂടെ ബ്രദറും ഒക്കെ കൂടെ കാണും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. എത്ര ഉറങ്ങിയാലും പിന്നെയും ഉറക്കം വരും. നല്ല സുഖമായിട്ട് ഉറങ്ങുന്ന ആളാണ് ഞാൻ. പക്ഷേ രാത്രി ഉറക്കം വരില്ല, താമസിച്ച് ഉറക്കം വരും. പക്ഷേ ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ഉറങ്ങിക്കോളും. ഒരു എന്ത് ഡിസ്റ്റർബൻസ് വന്നാലും അറിയില്ല, സുഖമായിട്ട് ഉറങ്ങിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണതിനെ പറ്റി ആലോചിക്കണുണ്ട്. നോക്കട്ടെ, അതിനെപ്പറ്റി എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഞാൻ പറയാം. ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ. അതൊന്നും ആയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കണം. ഞാൻ ആദ്യം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്ത് ചെയ്യണം, നമുക്ക് സാമ്പത്തികം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. രക്ഷപ്പെടും എന്നൊന്നും ഉറപ്പില്ല, പക്ഷേ രക്ഷപ്പെടണമല്ലോ. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി തന്നെയല്ലേ ചെയ്യണത്. എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടണമല്ലോ. അപ്പോൾ നോക്കാം. അപ്പോൾ എന്തെങ്കിലും ആവുകയാണെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാം.